പത്തനംതിട്ടയിൽ കോൺഗ്രസിന് 2 സ്ഥാനാർത്ഥികൾ. ആന്റോ ആന്റണിക്ക് പുറമെ ഏനാദിമംഗലം പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ അനൂപും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ പറ്റി നമുക്കറിയാവുന്നതാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ്. ഇപ്പോൾ UDF ഒരു സ്ഥാനാർത്ഥി മുന്നിലുണ്ട് എന്നിരിക്കെ കൂടിയാണ് കോൺഗ്രസ് സംഘം കൂടി മത്സര രംഗത്തേക്ക് എത്തുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിന് വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെയാണ് പത്തനംതിട്ടയുള്ളത്. ഇപ്പോൾ അറിയാനുള്ളത് ഇത് ആന്റോ ആന്റണിക്ക് റിബലാണോ അനൂപ് വി എന്ന കോൺഗ്രസ് അംഗമായിരിക്കുന്ന സ്ഥാനാർത്ഥി. പത്തനംതിട്ടയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അനൂപ് വി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിൻവലിക്കുള്ള അവസാന തീയതിയെല്ലാം കഴിഞ്ഞ ശേഷവും അനൂപ് വി സ്ഥാനാർത്ഥി പട്ടികയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അദ്ദേഹം ഏനാദിമംഗലം പഞ്ചായത്ത് അംഗമാണ്. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച അനൂപ് വി ആണ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ഇദ്ദേഹം മത്സരിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുമായി വേദി പങ്കിടുന്ന ചിത്രങ്ങൾ. അത്തരം ചിത്രങ്ങളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സൈറ്റിൽ ഇദ്ദേഹത്തിന്റെ അഡ്രസ്സും ഏത് ടിക്കറ്റിലാണ് മത്സരിച്ചതും സത്യപ്രസ്താവനയെല്ലാം വ്യക്തമായിട്ടുണ്ട്. അങ്ങനൊരു അനൂപ് വി ആണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായിരിക്കുന്ന പഞ്ചായത്ത് അംഗമായിരിക്കുന്ന അനൂപ് വിയും പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു. ഇതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തെ ചോദ്യം പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് റിബൽ സ്ഥാനാർത്ഥിയാണോ അനൂപ് വി എന്ന ചോദ്യമാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രചാരണത്തിലൊന്നും തന്നെ അനൂപ് വി സജീവമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനൂപ് വിയെ നമ്മൾ വിളിച്ചിരുന്നു. എന്നാൽ അനൂപ് ആദ്യഘട്ടത്തിൽ തിരക്കാണ്, പിന്നീട് വിളിക്കാം എന്ന് ഫോൺ കട്ടുകയും പിന്നീട് നമ്മൾ നിരവധി തവണ അനൂപിനെ ബന്ധപ്പെട്ടിരുന്നു. അനൂപ് ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിനും ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളുള്ള ആളോട് ബന്ധപ്പെടുമ്പോൾ ഇങ്ങനൊരാൾ മത്സരിക്കുന്ന വിവരം കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് കൃത്യമായി അറിയാം. എന്നാൽ ഇങ്ങനൊരാൾ മത്സരിക്കുന്നുണ്ടോ എന്ന മറു ചോദ്യം അറിയില്ല, അന്വേഷിച്ചിട്ട് പറയാം എന്നൊക്കെ തരത്തിലാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് കൃത്യമായി ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് നൽകിയ അഫിഡേവിറ്റ് ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാകുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ തന്നെ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവും ആയിരിക്കുന്ന അനൂപ് വി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ചോദ്യമാണ്. ഇവിടെ ചില സംശയങ്ങളും ഉയർത്തപ്പെടുന്നുണ്ട്. ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ഇത്തരം ഒരു സ്ഥാനാർത്ഥിയെ തങ്ങൾ നിർത്തിയത് കൂടി തന്നെ ബൂത്തുകളിൽ, അതായത് ഓരോ തിരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ ആളുകളെ ഇരുത്തുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഇലക്ഷൻ ഏജന്റ് ഉണ്ട്. ഇത്തരത്തിൽ അനൂപ് വിയുടെ സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ തങ്ങൾക്ക് വേണമെങ്കിൽ 2 ബൂത്ത് ഏജന്റുമാരെ നിയമിക്കാൻ സാധിക്കും. അതായത് ഒരു പോളിംഗ് ബൂത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി 2 പേർക്ക് ഇരിക്കാൻ സാധിക്കും. അതുവഴി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ചില നടപടികൾ, അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും ചില കോൺഗ്രസ് നേതാക്കന്മാർ നമ്മുടെ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്റോ ആന്റണിക്ക് റിബലാണോ ഈ അനൂപ് വി എന്ന ചോദ്യമാണ്. എങ്ങനെയാണ് അനൂപ് വിയെ പോലൊരു നേതാവ് മത്സരിക്കുന്നത്? സാധാരണഗതിയിൽ നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവരുടെ ഡമ്മികളെ നിർത്താറുണ്ട്. എന്നാൽ സ്ഥാനാർത്ഥിത്വത്തിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു കഴിഞ്ഞ് ഈ പിൻവലിക്കാനുള്ള തീയതിയുണ്ട്. ആ പിൻവലിക്കാനുള്ള തീയതിക്ക് മുമ്പ് ഡമ്മികളെ പിൻവലിപ്പിക്കുകയും അങ്ങനെ എല്ലായിടത്തുമുള്ള ഒരു പതിവാണ്. എന്നാൽ ഇവിടെ അനൂപ് വി എന്ന യൂത്ത് കോൺഗ്രസ് നേതാവും കോൺഗ്രസ് അംഗവുമായിരിക്കുന്ന ഏനാദിമംഗലം പഞ്ചായത്ത് വാർഡ് മെമ്പറാണ് അനൂപ് വി. അദ്ദേഹമാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അങ്ങനെ 2 കോൺഗ്രസ്സുകാർ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നു. അനൂപ് വിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായിട്ട് യാതൊരു വിവരവുമില്ല, അങ്ങനെ സംഭവവുമില്ല. അദ്ദേഹം ഇപ്പോഴും നിലവിലും ഏനാദിമംഗലം പഞ്ചായത്ത് അംഗമാണ്. അങ്ങനെ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് റിബൽ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ നിമിഷം ഉയർന്നു വരുന്നത്. ആതിര, സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ബൂത്തുകളിലേക്കാണ് എന്നൊരു വിശദീകരണം ഈ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിച്ചു. പക്ഷെ അത് എത്രത്തോളം വസ്തുതയുണ്ട് എന്നൊരു പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഒരേ സ്ഥലത്ത് തന്നെ 2 കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്നു. ശക്തമായിട്ടുള്ള ഇത്തരത്തിൽ ആന്റോ ആന്റണിക്കെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു കഴിഞ്ഞ കാലയളവിലടക്കം MP ഒന്നും തന്നെ ചെയ്തില്ല എന്നുള്ളൊരു ആരോപണമൊക്കെ ശക്തമായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടി ഇത്തരത്തിലുള്ള ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്നും 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പരിഗണിക്കേണ്ടതല്ലേ സുജു?
തീർച്ചയായിട്ടും ഒന്ന് ആന്റോ ആന്റണിക്കെതിരായി തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ 3 ടേമായി 15 വർഷമായി പത്തനംതിട്ടയുടെ ലോക്സഭാ MP-യാണ്, പത്തനംതിട്ട ലോക്സഭ MP-യാണ് ആന്റോ ആന്റണി. കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ നാട്ടിൽ ചെയ്തിട്ടില്ല എന്ന വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെയുണ്ട്. മാത്രമല്ല ആന്റോ ആന്റണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ തന്നെ വോട്ടറാണെങ്കിൽ പോലും അദ്ദേഹം പൂഞ്ഞാറുകാരനാണ്, പത്തനംതിട്ടക്കാരനല്ല, കോട്ടയംകാരനാണ്. അപ്പോൾ അത്തരത്തിലും പ്രാദേശിക ചില രാഷ്ട്രീയ വാദങ്ങളും കോൺഗ്രസിനുള്ളിലുണ്ട്. കാരണം കോൺഗ്രസിന് പലപ്പോഴും പത്തനംതിട്ടയിൽ MLA-യും MP-യും ഒക്കെ തന്നെ ജില്ലയ്ക്ക് പുറത്തുനിന്ന് ആളുകൾ വരുന്നു എന്ന അമർഷവും കോൺഗ്രസ് നേതൃത്വ നിരയിലുണ്ട്. മാത്രമല്ല സമീപകാലത്തായിരുന്നു മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോയൊക്കെ കോൺഗ്രസ് വിടുന്നത്. അതിനൊക്കെ കാരണമായ ഒരു തർക്കം കോൺഗ്രസ് ഉടലെടുത്തത് കോൺഗ്രസിന്റെ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കമാണ്. നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസ് വിടാൻ കാരണം അതിൽ ആ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഔദ്യോഗിക നേതൃത്വത്തിലും KPCC-ക്കെതിരായി ശബ്ദിച്ച ആളുകൾ ഒന്ന് DCC മുൻ പ്രസിഡന്റായിരുന്ന മോഹൻ രാജും ആറന്മുള മുൻ MLA ആയ ശിവദാസൻ നായരുമായിരുന്നു. ഈ ശിവദാസൻ നായർ ആന്റോ ആന്റണിയുടെ മണ്ഡലം കൺവെൻഷൻ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ നടത്തിപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതും വാർത്തയായിരുന്നു. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ അതൃപ്തിയുണ്ടെന്നുള്ള വിവരം പരസ്യമായി തന്നെ പുറത്തു വന്ന ഒരു കാര്യമായിരുന്നു, രഹസ്യമായിരുന്നില്ല. അത്തരത്തിലെ അതൃപ്തി നിന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ജില്ലയിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഈ അനൂപ് വിയെ മത്സരിപ്പിച്ചതാണെന്ന സംശയവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പത്തനംതിട്ടയിൽ 2 കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയമില്ല. അത് തർക്കത്തിന് ഇടവരുത്തുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇത്തരമൊരു സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് മത്സരരംഗത്തേക്ക് എത്തിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വ്യക്തമാണ്. എന്തായാലും പത്തനംതിട്ടയിൽ കോൺഗ്രസിന് 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ്. ആന്റോ ആന്റണിക്ക് പുറമെ ഏനാതുമംഗലം പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ അനൂപും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.